കാസർഗോഡ് ഡയാലിസിസ് സെന്ററിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം കുടിവെള്ളത്തിൽ കലരുന്നതായി ആക്ഷേപം. ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മലിനജലം സംസ്കരിക്കാതെ നേരിട്ട് ഭൂമിയിലേക്ക് തള്ളുകയാണെന്നാണ് ആരോപണം. കാസർഗോഡ് ബാരിക്കാട് അഭയം ഡയാലിസിസ് സെന്ററിന് തൊട്ടടുത്തുള്ള മദ്രസയിലെ പൈപ്പ് വെള്ളം കുടിച്ച വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെയാണ് കിണറുകളിലെ ജലം പരിശോധിക്കാൻ തീരുമാനിച്ചത്. വെള്ളത്തിന് നിറവ്യത്യാസവും രുചിമാറ്റവും അനുഭവപ്പെട്ടതോടെ പരിശോധനയ്ക്കയച്ചു. തുടക്കത്തിൽ ഞങ്ങളുടെ പള്ളിയിലുള്ള വെള്ളം കിണർ വെള്ളത്തിന് രുചി വ്യത്യാസം കണ്ടു. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ 950 TDS ആണ് അതിൻ്റെ റിപ്പോർട്ട് വന്നത്. TDS 500-ൽ കൂടുതലാകുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം. പരിസരങ്ങളിലെ വീടുകളിലെ കിണറുകളിലും സമാന അനുഭവം. 1.5 വർഷത്തോളമായി ഓരോ തുടങ്ങി 2-3 മാസം കഴിയുമ്പോൾ തന്നെ കുറച്ച് മാറ്റം വന്നിന്. പിന്നെ നമ്മൾ ടെസ്റ്റ് ആക്കിയിട്ടാകുമ്പോൾ PHD കുടിട്ടും കുറച്ച് കുമാല കെട്ടി തൂക്കി അങ്ങ് മതിയാവുന്ന പറഞ്ഞ് നമ്മൾ എടുത്തോളം കുടിച്ചുകൊണ്ടായി. ഇപ്പോൾ പറ്റുന്നില്ല. ഇപ്പോൾ ചുറ്റുവട്ടത്ത് ഒരുപാട് ക്യാൻസർ പേഷ്യൻറ്റും ഉണ്ട്, കിടപ്പിലായ രോഗിയുണ്ട്, ഗർഭിണികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വെള്ളം കുടിച്ചാൽ വരുന്ന പ്രശ്നമാണിത്. അപ്പോൾ ആദ്യം തന്നെ ചിന്തിക്കണമായിരുന്നു. ഇപ്പോൾ ഇത്രത്തോളം എത്തിയ പിന്നെ ഇനിയിപ്പോൾ കിണറിലെ വെള്ളം ഞങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാല. 1.5 വർഷം മുൻപ് ആരംഭിച്ച ഡയാലിസിസ് സെന്ററിലെ മലിനജലമാണ് കുടിവെള്ളം മലിനമാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഏകദേശം 1.5 വർഷം മുമ്പ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെൻറ്റർ മൂലമാണ് ഇങ്ങനെയൊക്കെ അവരുടെ അനാസ്ഥ കാരണം അവർ ഒരു പ്രോപ്പറും ചെയ്യാതെ വെറും ടാഗ് സ്ഥാപിച്ച് റീസൈക്കിളിൽ നിന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട വെറും ഒരു ചുമര് മാത്രം കെട്ടി ഇറക്കി വിട്ട ആ വെള്ളം കാരണമാണ് ഞങ്ങൾ ജലം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നിയമപരമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാമെന്നും അഭയം അധികൃതർ പറഞ്ഞു. ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോഴും എന്താണ്, ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനോട് തുറന്ന സമീപനമാണ് നമുക്കുള്ളത്. ഒരു ദിവസം ഒരു രോഗിയുടെ ഡയാലിസിസിന് 360 ലിറ്റർ വെള്ളം ആവശ്യമാണ്. 40 രോഗികളെയാണ് ഒരു ദിവസം ഡയാലിസിസ് നടത്തുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ മലിനജലമാണ് ഉണ്ടാവുക. ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കാനായില്ലെങ്കിൽ തങ്ങളുടെ നാട് തന്നെ രോഗാതുരമാവുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.